ഓം ശാന്തി 6-8-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എത്ര സമയം ലഭിക്കുന്നുവോ ഏകാന്തതയിൽ പോയി ഓർമ്മയുടെ യാത്ര ചെയ്യൂ. എപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമോ അപ്പോൾ ഈ യാത്ര പൂർത്തിയാകും. ചോദ്യം: സംഗമത്തിൽ ബാബ തൻ്റെ കുട്ടികളിൽ ഏതൊരു ഗുണമാണ് നിറയ്ക്കുന്നത്? അത് പകുതി കൽപ്പം വരെയും തുടരുന്നു. ബാബ പറയുന്നു, ഏതുപോലെ ഞാൻ സ്വീറ്റ് ആണോ അതേപോലെ കുട്ടികളെയും സ്വീറ്റാക്കി മാറ്റുന്നു. ദേവതമാർ വളരെ സ്വീറ്റാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ സ്വീറ്റ് ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ വളരെ പേരുടെ മംഗളം ചെയ്യുന്നത്, ആരിലാണോ യാതൊരു ആസുരീയ ചിന്തകളും ഇല്ലാത്തത്, അവരാണ് സ്വീറ്റ്. അവർക്ക് തന്നെയാണ് ഉയർന്ന പദവി പ്രാപ്തമാകുന്നത്. അവരുടെ തന്നെയാണ് പിന്നെ പൂജ ഉണ്ടാകുന്നത്. ഓം ശാന്തി. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ശരീരത്തിൻ്റെ അധികാരിയാണ് ആത്മാവ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചു. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആത്മാവാണ്. ശരീരത്തിൽ കൂടി ആത്മാവാണ് കാര്യങ്ങൾ നടത്തിക്കുന്നത്, പാർട്ട് അഭിനയിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ മറ്റൊരു മനുഷ്യനും വരുന്നില്ല. കാരണം ദേഹാഭിമാനത്തിലാണ്. ഇവിടെ ഈ ചിന്തയിൽ ഇരുത്തുന്നു, ഞാൻ ആത്മാവാണ്, ഇത് എൻ്റെ ശരീരമാണ്. ഞാൻ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ഈ ഓർമ്മ തന്നെയാണ് ഓരോ നിമിഷവും മറന്നുപോകുന്നത്. ഇത് ആദ്യം പൂർണ്ണമായും ഓർമ്മിക്കേണ്ടതാണ്. യാത്രയിൽ പോകുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾക്കും ഓർമ്മയുടെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കണം. അതായത് ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നില്ല എങ്കിൽ യാത്രയിൽ പോകാത്തതുപോലെയാണ്. ദേഹാഭിമാനം വരുന്നു. ദേഹാഭിമാനത്തിലൂടെ ഏതെങ്കിലുമൊക്കെ വികർമ്മം ഉണ്ടാകുന്നു. മനുഷ്യർ സദാ വികർമ്മം ചെയ്യുന്നു എന്നല്ല, എങ്കിലും സമ്പാദ്യം നിലയ്ക്കുന്നുവല്ലോ. അതിനാൽ എത്ര സാധിക്കുമോ ഓർമ്മയുടെ യാത്രയിൽ അയഞ്ഞു പോകരുത്. ഏകാന്തതയിൽ ഇരുന്ന് സ്വയം തന്നോട് തന്നെ വിചാരസാഗര മഥനം ചെയ്ത് പോയിന്റ്സ് കണ്ടെത്തണം. എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു? മധുരമായ വസ്തുവിൻ്റെ ഓർമ്മ വരുമല്ലോ. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ സമയം എല്ലാ മനുഷ്യരും അന്യോന്യം നഷ്ടം തന്നെയാണ് വരുത്തുന്നത്. കേവലം ടീച്ചറിൻ്റെ മഹിമ ബാബ ചെയ്യുന്നു. അവരിലും ചില ടീച്ചേഴ്സ് മോശമായിരിക്കുന്നു. അല്ലെങ്കിൽ ടീച്ചർ എന്നാൽ ടീച്ച് ചെയ്യുന്ന ആൾ, മാനേഴ്സ് പഠിപ്പിക്കുന്നയാൾ. ആരാണോ റിലീജിയസ് മൈൻഡഡ് ആയവർ, നല്ല സ്വഭാവമുള്ളവർ, അവരുടെ പെരുമാറ്റവും നല്ലതായിരിക്കും. അച്ഛൻ മദ്യം തുടങ്ങിയവ കുടിക്കുന്നുവെങ്കിൽ കുട്ടികളെയും ആ കൂട്ടുകെട്ട് ബാധിക്കുന്നു. ഇതിനെയാണ് മോശമായ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. കാരണം രാവണ രാജ്യം ആണല്ലോ. തീർച്ചയായും രാമരാജ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയായിരുന്നു? എങ്ങനെ സ്ഥാപിതമായി? ഈ വണ്ടർഫുള്ളും മധുരവുമായ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. ബാബയുടെ ഓർമ്മയിലിരുന്ന് തന്നെയാണ് നിങ്ങൾ പവിത്രമാക്കുന്നത്. ബാബ പുതിയ സൃഷ്ടിയിൽ വരുന്നില്ല. സൃഷ്ടിയിൽ മനുഷ്യർ, മൃഗങ്ങൾ, കൃഷി തുടങ്ങിയവ എല്ലാം ഉണ്ടായിരിക്കും. മനുഷ്യർക്ക് എല്ലാം വേണ്ടതാണല്ലോ. ശാസ്ത്രങ്ങളിലുള്ള പ്രളയത്തിൻ്റെ വൃത്താന്തവും റോങ് ആണ്. പ്രളയം ഉണ്ടാകുന്നതേയില്ല.
ഈ സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ആദ്യം മുതൽ അന്തിമം വരെയുള്ളത് ചിന്തയിൽ വയ്ക്കണം. മനുഷ്യർക്കാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ചിത്രങ്ങൾ ഓർമ്മ വരുന്നു. മേളകളും ഒത്തുചേരലുകളും എല്ലാം ഓർമ്മ വരുന്നു. അതെല്ലാം പരിധിയുള്ളതാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത ഓർമ്മയാണ്, പരിധിയില്ലാത്ത സന്തോഷമാണ്, പരിധിയില്ലാത്ത ധനമാണ്, പരിധിയില്ലാത്ത ബാബയാണല്ലോ. പരിധിയുള്ള പിതാവിൽ നിന്നും എല്ലാം പരിധിയുള്ളതായിരിക്കും ലഭിക്കുന്നത്. പരിധിയില്ലാത്ത പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സുഖം ലഭിക്കുന്നു. സുഖം ഉണ്ടാകുന്നത് തന്നെ ധനത്തിലൂടെയാണ്. ധനമാണെങ്കിൽ അവിടെ അപാരമാണ്. അവിടെ എല്ലാം സദോ പ്രധാനമാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ സദോ പ്രധാനമായിരുന്നു, വീണ്ടും ആകണം. ഇതും നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. നിങ്ങളിലും നമ്പർ വാറാണ്. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ് ഉണ്ടല്ലോ. ബാബയേക്കാൾ സ്വീറ്റ് ആകാൻ പോകുന്നവരാണ്. അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. സ്വീറ്റസ്റ്റ് എന്നാൽ ആരാണോ വളരെ പേരുടെ മംഗളം ചെയ്യുന്നത് അവരാണ്. ബാബയും സ്വീറ്റസ്റ്റ് ആണല്ലോ. അതിനാലാണ് എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നത്. തേനിനെയോ പഞ്ചസാരയോ മാത്രമല്ല സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചും പറയുന്നു. ഇത് സ്വീറ്റ് ചൈൽഡാണ് അഥവാ മധുരമായ കുട്ടിയാണ് എന്ന് പറയാറുണ്ടല്ലോ. സത്യയുഗത്തിൽ ഒരു ആസുരീയ കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇത്രയും ഉയർന്ന പദവിയാണ് നേടുന്നത്. തീർച്ചയായും ഇവിടെ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പുതിയ ലോകത്തെ അറിയുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകമാകുന്ന സുഖധാമം നാളെ ഉണ്ടാകും എന്നതുപോലെയാണ്. മനുഷ്യർക്കറിയില്ല ശാന്തി എപ്പോഴാണ് ഉണ്ടായിരുന്നത്. പറയുന്നു വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം. കുട്ടികളായ നിങ്ങൾക്കറിയാം വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വീണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് എല്ലാവരെയും എങ്ങനെ മനസ്സിലാക്കിക്കും? ഇങ്ങനെയുള്ള പോയിന്റ്സ് കണ്ടെത്തണം. ഏതൊന്നാണോ മനുഷ്യർ വളരെയധികം ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച്. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം. ഇതിനു വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വളരെയധികം അശാന്തിയാണ്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം മുന്നിൽ കാണിക്കണം. ഇവരുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. അതിനെ തന്നെയാണ് ഹെവൻ ഡീറ്റി വേൾഡ് എന്ന് പറയുന്നത്. അവിടെ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. ഇതാണ് മുഖ്യമായ കാര്യം. എല്ലാ ആത്മാക്കളും ഒരുമിച്ച് പറയുന്നു വിശ്വത്തിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും. എല്ലാ ആത്മാക്കളും വിളിക്കുന്നു, നിങ്ങൾ ഇവിടെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ വിശ്വത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങൾ കേൾപ്പിക്കൂ. ഭാരതത്തിൽ തന്നെയാണ് ശാന്തി ഉണ്ടായിരുന്നത്. ഭാരതം സ്വർഗം ആയിരുന്നപ്പോൾ ശാന്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ നരകമാണ്. നരകത്തിൽ അഥവാ കലിയുഗത്തിൽ അശാന്തിയാണ്. കാരണം അനേകം ധർമ്മമുണ്ട്. മായയുടെ രാജ്യമാണ്. ഭക്തിയുടെയും പുറംമോടിയുണ്ട്. ദിനം പ്രതിദിനം വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരും മേളയിലോ സമ്മേളനങ്ങളിലോ മറ്റോ പോകുമ്പോൾ മനസ്സിലാക്കുന്നു തീർച്ചയായും എന്തെങ്കിലും സത്യമുണ്ടാകും എന്ന്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവയിലൂടെ ആരും പാവനമാവുക സാധ്യമല്ല. പാവനം ആകുവാനുള്ള മാർഗം മനുഷ്യർക്ക് പറഞ്ഞു തരുവാൻ സാധിക്കില്ല. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ലോകം ഒന്നു തന്നെയാണ്, കേവലം പുതിയതും പഴയതും എന്ന് പറയുന്നു. പുതിയ ലോകത്തിൽ പുതിയ ഭാരതം, പുതിയ ഡൽഹി എന്ന് പറയുന്നു. പുതിയത് ആകേണ്ടതുണ്ട്. അതിൽ പിന്നെ പുതിയ രാജ്യം ഉണ്ടാകും. ഇവിടെ പഴയ ലോകത്തിൽ പഴയ രാജ്യമാണ്.
പഴയതും പുതിയതുമായ ലോകം എന്ന് ഏതിനെയാണ് പറയുന്നത്? ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ഭക്തിക്കും എത്ര വലിയ നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇതിനെ അജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനസാഗരം ഒരു ബാബയാണ്. ബാബ നിങ്ങളോട് രാമ രാമ എന്ന് പറയൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നില്ല. അല്ല, കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്. ഈ എഡ്യൂക്കേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേര് തന്നെ ആത്മീയ എഡ്യൂക്കേഷൻ എന്നാണ്, സ്പിരിച്വൽ നോളജ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം ആരും അറിയുന്നില്ല. ജ്ഞാനസാഗരം എന്ന ഒരേ ഒരു ബാബയെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് സ്പിരിച്വൽ നോളജ്ഫുൾ ഫാദറാണ്. ബാബ ആത്മാക്കളോട് സംസാരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആത്മീയ പിതാവ് പഠിപ്പിക്കുന്നു. ഇതാണ് സ്പിരിച്വൽ നോളജ്. ആത്മീയ നോളജിനെ തന്നെയാണ് സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, പരംപിത പരമാത്മാ ബിന്ദുവാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ആത്മാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മറക്കുവാൻ പാടില്ല. നമ്മൾ ആത്മാവിന് ഏതൊരു നോളജ് ലഭിക്കുന്നു, പിന്നെ നമ്മൾ മറ്റ് ആത്മാക്കൾക്ക് നൽകുന്നു. ഈ ഓർമ്മ നിലനിൽക്കുന്നതും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോഴാണ്. ഓർമ്മയിൽ വളരെ പേർ അപക്വമാണ്. ഉടൻ ദേഹാഭിമാനം വന്നു പോകുന്നു. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആത്മാവാണ്. ഇവർക്ക് കരാർ നൽകുന്നത് ഞാൻ ആത്മാവാണ് വ്യാപാരം ചെയ്യുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് നേട്ടമുള്ളത്. ആത്മാവിന് ജ്ഞാനമുണ്ട്. നമ്മൾ യാത്രയിലാണ്. കർമ്മമാണെങ്കിൽ ചെയ്യുക തന്നെ വേണം. കുട്ടികളെയും മറ്റും സംരക്ഷിക്കണം. തൊഴിൽ കാര്യങ്ങളും ചെയ്യണം. ജോലിക്കിടയിലും ഞാൻ ആത്മാവാണ് എന്നത് ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് വളരെ പ്രയാസമാണ്. ബാബ പറയുന്നു, യാതൊരു തലകീഴായ കാര്യവും ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും വലിയ പാപമാണ് വികാരത്തിൻ്റേത്. അത് വളരെ ശല്യം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പാവനം ആകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യുന്നു. അതിൻ്റെ സ്മാരകമാണ് ഈ രാഖി ബന്ധനം. മുൻപ് ചില്ലിക്കാശിൻ്റെ രാഖി ലഭിക്കുമായിരുന്നു. ബ്രാഹ്മണർ പോയി രാഖി ബന്ധിച്ചിരുന്നു. ഇക്കാലത്ത് രാഖിയും എത്ര ഫാഷനബിളായി ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ ഇപ്പോഴത്തെ കാര്യമാണ്. നിങ്ങൾ ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മൾ ഒരിക്കലും വികാരത്തിൽ പോകില്ല. അങ്ങിൽ നിന്നും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിൻ്റെ സമ്പത്തെടുക്കും. ബാബ പറയും, 63 ജന്മം വിഷയ വൈതരണി നദിയിൽ മുങ്ങിത്താണു. ഇപ്പോൾ നിങ്ങളെ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സാഗരമൊന്നും ഉണ്ടായിരിക്കുന്നില്ല. താരതമ്യം ചെയ്ത് പറയുകയാണ്. നിങ്ങളെ ശിവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അളവറ്റ സുഖമുണ്ട്. ഇപ്പോൾ ഇത് അന്തിമ ജന്മമാണ്. ഹേ ആത്മാക്കളെ, പവിത്രമാകൂ. എന്താ ബാബ പറയുന്നത് മാനിക്കുകയില്ലേ? ഈശ്വരനാകുന്ന നിങ്ങളുടെ പിതാവാണ് പറയുന്നത്, മധുരമായ കുട്ടികളെ, വികാരത്തിൽ പോകരുത്. ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിലുണ്ട്. അത് എന്നെ ഓർമ്മിക്കുന്നതിലൂടെയാണ് ഭസ്മമാകുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾക്ക് ശിക്ഷണം നൽകിയിരുന്നു. ബാബ ഗ്യാരണ്ടി ചെയ്യുന്നത് നിങ്ങൾ ഈ ഗ്യാരണ്ടി ചെയ്യുമ്പോഴാണ്. അതായത് ബാബ നമ്മൾ അങ്ങയെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കും എന്ന്. ഇത്രയും ഓർമ്മിച്ചു കൊണ്ടേയിരിക്കൂ. ശരീരത്തിൻ്റെ ബോധം ഉണ്ടാകാതിരിക്കുന്ന വിധം. സന്യാസിമാരിലും ചിലർ തീവ്രവും വളരെ പക്വവുമായ ബ്രഹ്മജ്ഞാനികൾ ഉണ്ട്. അവരും ഇങ്ങനെ ഇരുന്നിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പാവനമായി പോകണം. അവരാണെങ്കിൽ
തൻ്റെ മതമനുസരിച്ച് നടക്കുന്നു. അവർ ശരീരം ഉപേക്ഷിച്ച് മുക്തിയിലും ജീവൻ മുക്തിയിലും പോവുകയല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല, വരുന്നത് വീണ്ടും ഇവിടെ തന്നെയാണ്. പക്ഷേ അവരുടെ ഫോളോവേഴ്സ് മനസ്സിലാക്കുന്നു അവർ നിർവ്വാണത്തിൽ പോയി എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒരാൾക്ക് പോലും തിരിച്ചു പോകുവാൻ സാധിക്കില്ല, നിയമം തന്നെയില്ല. വൃക്ഷം തീർച്ചയായും വൃദ്ധി പ്രാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. മറ്റെല്ലാ മനുഷ്യരും കലിയുഗത്തിലാണ്. നിങ്ങൾ ദൈവിക സമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. ആര് നിങ്ങളുടെ ധർമ്മത്തിലേതായിരിക്കുമോ അവർ വന്നുകൊണ്ടിരിക്കും. ദേവീ ദേവന്മാരുടെയും വംശാവലി അവിടെ ഉണ്ടല്ലോ. ഇവിടെ മാറുകയും മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്തു. പിന്നീട് തിരിച്ചു വരും. ഇല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാനം ആര് നികത്തും? തീർച്ചയായും അവർ തങ്ങളുടെ സ്ഥാനം നികത്തുവാനായി വീണ്ടും വന്നു ചേരും. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. വളരെ നല്ലവരായവരും വരും. അവർ മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. അപ്പോൾ പിന്നെ തൻ്റെ സ്ഥാനത്തേക്ക് വന്നു ചേരും. നിങ്ങളുടെ അടുക്കൽ മുസൽമാനും മറ്റും വരുന്നുവല്ലോ. വളരെയധികം ജാഗ്രത വയ്ക്കേണ്ടി വരും. ഇവിടെ മറ്റു ധർമ്മങ്ങളിലുള്ളവർ എങ്ങനെയാണ് പോകുന്നത് എന്ന് ഉടൻ പരിശോധിക്കും. എമർജൻസിയിൽ വളരെ പേരെ പിടികൂടുന്നു, പിന്നെ പൈസ ലഭിക്കുമ്പോൾ വിടുകയും ചെയ്യുന്നു. എന്താണോ കഴിഞ്ഞ കൽപ്പത്തിലും സംഭവിച്ചത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൽപ്പത്തിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിരുന്നു. നിങ്ങളിപ്പോൾ മനുഷ്യരിൽ നിന്നും ദേവത, ഉത്തമ പുരുഷൻ ആകുന്നു. ഇതാണ് സർവോത്തമ ബ്രാഹ്മണരുടെ കുലം. ഈ സമയം ബാബയും കുട്ടികളും ആത്മീയ സേവനത്തിലാണ്. ഏതെങ്കിലും ദരിദ്രനെ ധനവാനാക്കുക, ഇത് ആത്മീയ സേവനമാണ്. ബാബ മംഗളം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളും സഹായിക്കേണ്ടതാണ്. ആരാണോ വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വളരെ ഉയരത്തിൽ കയറുവാൻ സാധിക്കും. കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യണം, എന്നാൽ ചിന്ത വേണ്ട. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ബാബയുടെ മേലാണ്. പുരുഷാർത്ഥം ശക്തമായി ചെയ്യിപ്പിക്കുന്നു. പിന്നെ എന്ത് ഫലം വരുന്നോ അത് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ ആകുലപ്പെടാതിരിക്കൂ, സേവനത്തിൽ പ്രയത്നിക്കൂ. ആയി മാറുന്നില്ല എങ്കിൽ എന്തു ചെയ്യുവാനാണ്? ഈ കുലത്തിലേത് അല്ല എങ്കിൽ നിങ്ങൾ എത്ര തന്നെ തലയിട്ടടിച്ചാലും ചിലർ കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, ചിലർ കൂടുതൽ. ബാബ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ദുഃഖം വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ വരും. നിങ്ങളുടെ ഒന്നും വ്യർത്ഥമായി പോകില്ല. നിങ്ങളുടെ ജോലിയാണ് റൈറ്റ് ആയത് പറഞ്ഞു കൊടുക്കുക. ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. വളരെ പേർ ഇങ്ങനെ പറയുന്നു, ഭഗവാൻ തീർച്ചയായും ഉണ്ട്. മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. കേവലം ഏത് ഭഗവാൻ ആയിരുന്നു എന്നതിൽ കുഴങ്ങിപ്പോയി. ശ്രീകൃഷ്ണൻ ആവുക സാധ്യമല്ല. ശ്രീകൃഷ്ണൻ അതേ ഫീച്ചേഴ്സോടുകൂടി വീണ്ടും സത്യയുഗത്തിലെ ഉണ്ടാകൂ. ഓരോ ജന്മത്തിലും ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയതിനെ ഇപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് പുതിയതാക്കുന്നത് അതും ആരും അറിയുന്നില്ല. ഒടുവിൽ നിങ്ങളുടെ പേര് പുറത്തു വരും. സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇവർ രാജ്യം ഭരിക്കും. വിനാശവും ഉണ്ടാകും. ഒരു ഭാഗത്ത് പുതിയ ലോകം, ഒരു ഭാഗത്ത് പഴയ ലോകം. ഈ ചിത്രം വളരെ നല്ലതാണ്. പറയുന്നുമുണ്ട്, ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. മുഖ്യ ചിത്രം ത്രിമൂർത്തിയുടേതാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ശിവ് ബാബ. നിങ്ങൾക്കറിയാം, ശിവ് ബാബ ബ്രഹ്മാവിലൂടെ നമ്മെ
ഓർമ്മയുടെ യാത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. യോഗം എന്ന വാക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്നു. ഓർമ്മ എന്ന വാക്ക് വളരെ സഹജമാണ്. ബാബ എന്ന വാക്ക് വളരെ ലവ്ലിയാണ്. നിങ്ങൾക്ക് സ്വയം തന്നെ ലജ്ജ വരും. നമ്മൾ ആത്മാക്കൾക്ക് ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ആരിൽ നിന്നാണോ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നത്, സ്വയമേ തന്നെ ലജ്ജ വരും. ബാബയും പറയും, നിങ്ങൾ വിവേകമില്ലാത്തവരാണ്. ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സമ്പത്ത് എങ്ങനെ നേടും? വികർമ്മം എങ്ങനെ വിനാശമാകും? നിങ്ങൾ ആത്മാവാണ്. ഞാൻ നിങ്ങളുടെ പരംപിത പരമാത്മാവ് അവിനാശിയാണ്. നമ്മൾ പാവനമായി സുഖധാമത്തിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഓർമ്മിക്കുന്നില്ല എങ്കിൽ വികർമ്മം എങ്ങനെ വിനാശമാകും? ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോ പ്രകാരത്തിലും പുരുഷാർത്ഥം ചെയ്യണം. ചിന്ത പാടില്ല. കാരണം നമ്മുടെ ഉത്തരവാദിത്വം സ്വയം ബാബയ്ക്കാണ്. നമ്മുടെ യാതൊന്നും വ്യർത്ഥമായി പോവുക സാധ്യമല്ല. ബാബയ്ക്ക് സമാനം വളരെ വളരെ സ്വീറ്റ് ആകണം. അനേകരുടെ മംഗളം ചെയ്യണം. ഈ അന്തിമ ജന്മത്തിൽ തീർച്ചയായും പവിത്രമാകണം. തൊഴിലും മറ്റും ചെയ്യുമ്പോൾ അഭ്യസിക്കണം, ഞാൻ ആത്മാവാണ്. വരദാനം: പ്രവൃത്തിയുടെ വിസ്താരത്തിൽ ഇരിക്കവേ ഫരിസ്താസ്ഥിതിയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കട്ടെ. പ്രവൃത്തിയുടെ വിസ്താരം ഉണ്ടായിരിക്കുമ്പോഴും വിസ്താരത്തെ ഒതുക്കുന്നതിൻ്റെയും ഉപരാമം ആയിരിക്കുന്നതിൻ്റെയും അഭ്യാസം ചെയ്യൂ. ഈ നിമിഷം സ്ഥൂല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ അശരീരിയായി മാറി. ഈ അഭ്യാസം ഫരിസ്താസ്ഥിതിയുടെ സാക്ഷാത്കാരം ഉണ്ടാക്കിക്കും. ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ വ്യക്തഭാവത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ അനുഭവം ഉണ്ടാകും. ഉയരങ്ങളിൽ പോകുന്നതിലൂടെ താഴ്ന്ന കാര്യങ്ങൾ സ്വതവേ തന്നെ ഒഴിവായി പോകും. പ്രയത്നത്തിൽ നിന്നും രക്ഷപ്പെടും. സമയവും ലാഭിക്കും. സേവനവും ഫാസ്റ്റാകും. ബുദ്ധി ഇത്രയും വിശാലമാകും. അത് കാരണം ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സ്ലോഗൻ: സന്തോഷം നിലനിർത്തുന്നതിനായി ആത്മാവാകുന്ന ദീപത്തിൽ ജ്ഞാനത്തിൻ്റെ നെയ് ദിവസവും ഒഴിച്ചുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. കുട്ടികളോട് ബാബയ്ക്ക് സ്നേഹമുണ്ട്. അതിനാൽ സദാ പറയുന്നു, കുട്ടികൾ ആരാണോ എങ്ങനെയാണോ എൻ്റേതാണ്. അതേപോലെ താങ്കളും സദാ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കൂ. ഹൃദയം കൊണ്ട് പറയൂ, ബാബ എന്താണോ അതെല്ലാം അങ്ങ് മാത്രമാണ്. ഒരിക്കലും അസത്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രഭാവത്തിൽ വരാതിരിക്കൂ. ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കാനുള്ള പേന ബാബ കുട്ടികളായ താങ്കളുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. താങ്കൾ എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ഭാഗ്യം ഉണ്ടാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ആത്മാവായ എൻ്റെ ആദി അനാദി സ്വരൂപങ്ങളെ സ്മരിച്ചുകൊണ്ട് പവിത്ര സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ ഈ വാസ്തവിക
സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വതവേ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്ക് ഉണ്ടാകുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ലോകത്തിലെ മായാവി ദുഃഖ അശാന്തികളിൽ നിന്നും ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിൽ ബാബയെ കൂട്ടുകാരനാക്കി ബാബയുടെ സമീപം പരമധാമത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിനെ എൻ്റെ ബുദ്ധിയുടെ ആശ്രയമാക്കി മനസ്സ് അർപ്പിച്ചുകൊണ്ട് ബുദ്ധിയോഗം ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാ പവിത്രതയുടെ ശീതള രശ്മികൾ ആത്മാവിൽ പതിച്ച് പവിത്രതയുടെയും സ്വച്ഛതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. പവിത്രതയുടെ ശക്തിയാൽ സമ്പന്നമായി മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ നിന്നും ശുദ്ധമായ വൈബ്രേഷൻസ് എമർജ് ആകുന്നു. ശിവബാബയുമായി മനസ്സിൻ്റെ സൂക്ഷ്മബന്ധം യോജിപ്പിച്ചുകൊണ്ട് ഞാൻ പരമാത്മാ പവിത്രതയുടെ പ്രകാശം വായുമണ്ഡലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ പരമാത്മാ പവിത്രതയുടെ ശക്തി വായുമണ്ഡലത്തെ ശുദ്ധമാക്കട്ടെ, സ്വച്ഛമാക്കട്ടെ.